Un elefante muy elegante, la trompa muy larga, la trompa gigante. Muy larga. Un elefante muy. എടാ സാമയൊന്നും നിന്നടാ, ഞാൻ പറയുന്നൊന്ന് കേക്കടാ. ഇവൻ ഇതെങ്ങോടെ പോണേ? എടാ സാമി ഒന്ന് നിക്ക്. അതെന്താട് നിനക്കിപ്പോ അങ്ങനെ ഒരു പേടി തോന്നാൻ കാരണം? അതല്ല ജെനി, നീ അവര് പറഞ്ഞ് കേട്ടതല്ലേ ആ കേസ് അന്വേഷിച്ച് ഇതുവരെ ആരും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്ന്. പിന്നെങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നേ? അത് ശരിയടി, എനിക്കൊരു ചെറിയ പേടിയില്ലാതില്ല. ഞാൻ ആ കേസ് ഫയലൊക്കെ ഒന്ന് വായിച്ചു നോക്കി. അത് ചെറിയൊരു പാടുള്ള കേസ് തന്നെയാ. അല്ല, നിങ്ങൾ മൂന്നുപേരും ഇവിടെ എന്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ രാത്രിയില്? എന്ത് കേസിന്റെ കാര്യം പറയുന്നേ? സാറൊരു പുതിയ കേസ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളോട് പറയാൻ മറന്നുപോയി. 2007 നടന്നൊരു മർഡറാണ്. അത് ഇവിടെ ഒന്നും അല്ല. കേസ് ഫയലൊക്കെ ഞങ്ങൾക്ക് തന്നു. ആഗ്ര വെച്ചാണ് നടന്നത്. അപ്പൊ ആ കേസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഓ, ആഗ്ര വെച്ച് നടന്ന ആ പെൺകുട്ടിയുടെ മർഡർ കേസല്ലേ? അത് സാർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. നമ്മള് ഇനി അന്വേഷിക്കാൻ പോകുന്ന ആ കേസിനെ കുറിച്ചായിരിക്കും കേട്ടോ. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഓ, സംസാരിച്ചു വന്ന കാര്യം മറന്നുപോയി. ഞങ്ങൾ ആ സാമിനെ വിച്ചുവിനെ അന്വേഷിച്ചു വന്നാ അവരിവിടെ എങ്ങാനും ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് വന്നതാ. അവരിപ്പോ എങ്ങോട്ട് പോയി? അവരെന്തായാലും ഇങ്ങോട്ട് വന്നിട്ടില്ല. നിങ്ങൾ അവരുടെ റൂമിലൊക്കെ അന്വേഷിച്ചോ? നിങ്ങളുടെ റൂമിലൊക്കെ ചെന്ന് നോക്കി, പക്ഷെ കണ്ടില്ല. നിങ്ങളുടെ അടുത്ത് കാണുമെന്ന് വിചാരിച്ചാ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോ താഴെ ചെന്ന് നോക്കാം. കിടന്നില്ലേ? ഞാൻ കിടക്കണോ വേണ്ടോന്നൊക്കെ തീരുമാനിക്കുന്ന എന്താ, നീയാണോ? എടാ, അതിനെന്തിനാ നീ അവളോട് ദേഷ്യപ്പെടുന്നേ? ഓഹോ, ഞാനപ്പോ അവളോട് ദേഷ്യപ്പെട്ടത് നിനക്ക് കൊണ്ടല്ലേ? നിനക്ക് എന്താ പറ്റിയേ? നീ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയും, ഇഷ്ടമുള്ളത് ചെയ്യും. അതൊക്കെ ചോദിക്കാൻ നീ ആരാ? എന്റെ കാര്യത്തിൽ കയറി ഇടപെടണ്ടാട്ടോ ആമി. ഇനി ഞാൻ ഒരിക്കലും സാമിന്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ പാടില്ല. ഐ ആം റിയലി സോറി. ആമി പോവല്ലേ, നിക്ക്. എടാ സാമി, നിനക്ക് സമാധാനമായോ അവളെ കരയിപ്പിച്ചു വിട്ടപ്പോ? നീ എന്തിനിങ്ങനെയൊക്കെ പറയാൻ പോയത്? എന്താടാ, നിനക്ക് നൊന്തോ? അമ്മ ചെന്ന് സമാധാനിക്കടാ, ചെല്ലു നീ. ആക്ച്വലി നിന്റെ പ്രശ്നം എന്താടാ? നിനക്ക് എന്താ പറ്റിയേ? ആമി എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ എന്റെ റൂമിലേക്ക് പോവാം. ആമി എന്താ കാര്യം പറഞ്ഞിട്ടോ? ആമി ഒന്ന് നിക്ക്. നീ നിക്ക്. ആമി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും. ബാ, നമുക്ക് അവരോട് വെക്കാം. സാമിനോട് വെച്ചെന്നോട് ചോദിക്കാം. ബാ. എടാ, എന്താടാ പ്രശ്നം? ആമി എന്തിനാ ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയത്? എല്ലാത്തിനും കാരണം എന്തേ? ഈ നിൽക്കുന്നവനാ. അതിന് ഇവനെന്നാ ഇത്? എന്താടാ സാം പറ്റിയേ? എന്താ കാര്യം പറ. നീയെങ്കിലും പറ, എന്താ പറ്റിയത്? അത് പിന്നെ നീയാ. സാമാണെങ്കിൽ ആമീനോട് ഒന്ന് ദേഷ്യപ്പെട്ടു, അതാ കാര്യം. അത്രയുള്ളൂ കാര്യം? അത് കുഴപ്പമില്ല. ഇപ്പൊ ദേഷ്യപ്പെട്ടെന്നോർത്തോണ്ട് ഇത്ര കരയേണ്ട കാര്യമൊന്നുമില്ല. അവക്കൊരു ചെറിയ കാര്യം മതി വിഷമിക്കാൻ. അത്ര ഉള്ളൂന്നോ? നീ എന്തിനാ സാം ആമീനോട് ദേഷ്യപ്പെട്ടത്? എന്താ പ്രശ്നം നിങ്ങളുടെ? രാം, അതൊന്നും കുഴപ്പമില്ല. ആർക്കായാലും ഒരു അബദ്ധമൊക്കെ പറ്റില്ലേ? പിന്നെ ആമയും അത്ര മോശമൊന്നുമല്ലല്ലോ വഴക്കിടാൻ. അവള് പറഞ്ഞ ഞങ്ങൾ സമാധാനപ്പെടുത്തിക്കോളാം, അതൊന്നും കുഴപ്പമില്ല. സാം, നീ ഇതെങ്ങോട്ട് പോവാ? ഞാൻ എൻ്റെ റൂമിലേക്ക് പോവാ. എന്നാ ശരി, ഞങ്ങൾ ആമയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. പാടി. എടാ, ഞാനെന്നാ സാമിൻ്റെ അടുത്ത് വരെ ഒന്ന് പോട്ടെ കേട്ടോ. ഞങ്ങളും ഉണ്ടടാ. എടാ സാമേ, എന്താടാ നിന്റെ പ്രശ്നം? നീ എന്തിനിങ്ങനെ വഴക്കിടുന്നേ? ഇത്ര നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, എന്തു പറ്റി നിനക്ക്? എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നേ? അങ്ങനെ നീ ഞങ്ങളെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കാൻ നോക്കണ്ട. എടാ വിച്ചു, എന്താ പറ്റിയേ? എന്താ അവിടെ നടന്നേ? ആദ്യം അത് പറ. ഞാൻ സാമിനോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. നീ എന്തു കാര്യമാ പറയാൻ വന്നത്? ഞാൻ എൻ്റെ അടുത്ത് വന്നത് എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് പറയാനായിരുന്നു. അത് പറയാൻ വന്നപ്പോഴത്തേക്കും ആള് ഇവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. എന്താണെന്ന് പറ്റി എനിക്കറിയില്ല. ഇഷ്ടമോ? നിനക്ക് ആരെയാടാ ഇഷ്ടം? അത് പിന്നെടാ,
എനിക്ക് മീനെ ഒത്തിരി ഇഷ്ടമാണ്. അത് പറയാൻ ഞാൻ ഇവൻ്റെ അടുത്തേക്ക് വന്നതാ. പക്ഷെ ഇവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇവിടെ അപ്പം നിനക്ക് മീനെയായിരുന്നു ഇഷ്ടം, നേരത്തെ പറയണ്ടേ? അവൻ ഞാൻ പറയാൻ വന്നപ്പോഴത്തേക്ക് നീ ഇറങ്ങിപ്പോയില്ലേ? നീ ഇപ്പോ ആമീന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ ആമീന്ന് പറഞ്ഞത്. ആമിയുടെ ചേച്ചിയാണല്ലോ നീയാ. നീയാന്ന് ഡയറക്റ്റ് പറയാൻ എനിക്കൊരു ചമ്മലാർന്നുകൊണ്ട് ആമിയുടെ ചേച്ചിനെ ഇഷ്ടമെന്ന് പറയാൻ വന്നതാ. ഓ, ഇത്ര ഉണ്ടായിരുന്നല്ലോ, ഞാൻ പേടിച്ചു പോയി. ഓ, അപ്പൊ അതായിരുന്നല്ലേ കാര്യം. എടാ വിച്ചു, നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ തല തിരിച്ച് പറയേണ്ടത്? അതുകൊണ്ടല്ലേ പാവം നമ്മുടെ സാമിന് വിഷമായത്. അതെന്താടാ സഞ്ജു നീ അങ്ങനെ പറഞ്ഞത്? സാമിന് വിഷമായതിന്റെ കാര്യം എന്താ? അതാണ് എനിക്ക് മനസ്സിലാകാത്ത. ഇനി എന്തിനാ കിടന്ന് ആമീനോടൊക്കെ ദേഷ്യപ്പെട്ടത്? എടാ, അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ലേ? സാമേ, ഞാൻ പറഞ്ഞ എന്തായാലും നിനക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നേ. നീ പറയണോ അതോ ഞാൻ പറയണോ ഇവരോട്? അതിപ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. എന്നാ പറയട്ടെ സാമേ, എന്താ കാര്യം? അത് പിന്നെ ഞാൻ ഓർത്തു വിച്ചുവിന് ആമീനെ ഇഷ്ടമെന്ന്. വിച്ചു എന്നോട് മീനെ ഇഷ്ടമെന്നൊന്നും പറഞ്ഞില്ല. ആമയുടെ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം എനിക്ക് ആമീനെ ഇഷ്ടം. അപ്പൊ അതാർന്നല്ലേ കാര്യം? ആയിക്കോട്ടെ. ഓ, ഇതിനാണ് ഇവൻ ഈ കിടന്ന് കാട്ടായം മൊത്തം കാണിച്ചത്. പാവ ആമീനെ കരയിപ്പിക്കുക വരെ ചെയ്തു. ഇനിയിപ്പൊ നീ എങ്ങനെ ആമിയായിട്ട് സെറ്റ് ആവുമെന്നാണ് ഞാൻ ഓർക്കുന്നത്. അവളെ നീ വിഷമിപ്പിച്ചല്ലോ. അതൊക്കെ അവൻ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് സോൾവ് ആക്കിക്കോളും. ഇപ്പൊ എല്ലാവരും ചെന്ന് കിടക്കാൻ നോക്ക്, ഇനി രാവിലെ വേണം. ഹായ് ജെനി, താനിതൊരു കിടന്നില്ലായിരുന്നോ? ആമിക്കിപ്പോ എങ്ങനെയുണ്ട്? അവിടെ വിഷമൊക്കെ മാറിയോ? ഹായ് രാം, ഞാൻ കിടന്നില്ലായിരുന്നു. ആമിക്ക് കുഴപ്പമൊന്നുമില്ല. അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രാമന്തിനെ ഇപ്പോൾ വന്നത്? ജെനി, ഞങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കാര്യം പറയാം. നമ്മുടെ വിച്ചുവിന് മീന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇന്ന് നടന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നമ്മുടെ സാമെന്ന് അറിയാലോ നിനക്ക്. അത് മറ്റൊന്നുമല്ല, സാമിന് ആമിനെ ഇഷ്ടമായിരുന്നോണ്ട് തന്നെയാണ്. വിച്ചുവിൻ്റെ മീയുടെ കാര്യം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം വിച്ചു മീയും ആ രണ്ടുപേരും ഇടപെടുമെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ ലാസ്റ്റ് ഇതിൽ തന്നെ വന്നിരിക്കുന്നു തോന്നി. പക്ഷേ സാമിന് അവനെന്തിനാ ഇന്ന് ദേഷ്യപ്പെട്ടത്? ഓ, അപ്പൊ തനിക്കും ഇതെല്ലാം തോന്നിയില്ലേ? സാമിന് ദേഷ്യപ്പെട്ടത് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താ. അവന് ആമിയോടുള്ള സ്നേഹ കൂടുതലും കൊണ്ടാണ് ഇന്ന് ആമിയോട് ദേഷ്യപ്പെട്ടത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനാണ് ഞാൻ വന്നത്. അത്രേ ഉള്ളോ? അതൊന്നും കുഴപ്പമില്ല. പിന്നെ റാം എന്ത് കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത്? അത് പിന്നെ നാളെ നമ്മളെല്ലാവരും കൂടി ആഗ്രയിലേക്ക് പോവാണ് ആ കേസിന്റെ കാര്യത്തിന്. ബാങ്ക് പി ഡി സാർ പറഞ്ഞത് നിങ്ങൾ ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ആ കേസ് അന്വേഷിക്കണമെന്നാ. അപ്പോൾ നമ്മൾ നാളെ ഇവിടുന്ന് പോവില്ലേ? അതെ, നാളെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. പിന്നെ വളച്ചു കിട്ടിടാതെ ഞാനൊരു കാര്യം പറയാം. തന്നെ കണ്ട അന്ന് തൊട്ട് എനിക്കെന്തോ തൻ്റെ ഒരു വല്ലാത്ത ഫീലിങ്സ് ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അവരൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ഇഷ്ടം മനസ്സിലായത്. ജെനി, ഐ ലവ് യു. റാം, തനിക്കൊരു കാര്യം അറിയാം? എൻ്റെ പപ്പയും മമ്മയും ലവ് മാരേജ് ആയിരുന്നു. ഞാൻ 10 പഠിക്കുമ്പോഴാണ് എൻ്റെ പപ്പയും മമ്മി ഡിവോഴ്സ് ആയത്. ചെറുപ്പം തൊട്ട് അവർ വഴക്കിടുന്ന മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതുവരെ സ്നേഹിക്കുന്ന കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രേമത്തിലൊന്നും വലിയ വിശ്വാസമില്ല. കുട്ടിക്കാലം തൊട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഹോസ്റ്റലിൽ പഠിച്ചതൊക്കെ. എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ എല്ലാം. പിന്നെ ഞങ്ങളുടെ അനിയത്തിയ ഞങ്ങളുടെ ആമി. പക്ഷേ നിങ്ങളിപ്പോൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ സോറിട്ടോ, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്തായാലും താനിപ്പോൾ പറഞ്ഞത് നന്നായി. എൻ്റെ മനസ്സിലുള്ള ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ എനിക്കത് ഒരിക്കലും പറയാൻ പറ്റില്ലെന്ന് വരും. അതുകൊണ്ട് പറഞ്ഞു. താനിത് കാര്യമായിട്ടൊന്നും എടുക്കണ്ട. ഞാൻ പറഞ്ഞെല്ലാം തിരിച്ചെടുത്തെന്ന് വിചാരിച്ചേക്ക്. അങ്ങനെയൊന്നും പോലെ. പക്ഷേ ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. എനിക്ക് ലവിലൊന്നും വിശ്വാസമില്ലെന്നുള്ളത് കറക്റ്റൊക്കെ തന്നെയാണ്. പക്ഷേ തന്നെ കണ്ടപ്പോൾ തൊട്ട് ആ വിശ്വാസമൊക്കെ എങ്ങോട്ടോ പോയതുപോലെ എനിക്കും തന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു ടു. അപ്പോൾ തനിക്ക് എന്നെ ഇഷ്ടമല്ലേ? അപ്പോൾ പിന്നെ